വൈഫിനോടൊന്ന് പറയണം. ഇപ്പോൾ ഓൺ ചെയ്യും. മൈക്ക് ഓൺ ആയോ? ശ്രദ്ധിക്കുക, നമ്മളുടെ ക്രിസ്മസ് കരോൾ സർവീസ് ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. ഇരിക്കുന്നവർ സാമൂഹ്യ അകലം പാലിച്ചിരിക്കുവാനായിട്ട്, ഒരു ബെഞ്ചിൽ 3 പേരിൽ കൂടുതൽ ഇരിക്കരുത്, അത് മനസ്സിലാക്കി എല്ലാവരും ഇരിക്കുവാനായിട്ട് മുൻപോട്ട് കയറിയിരിക്കാം. ആ സൈഡിലുള്ളവർക്ക് ഇങ്ങനെ മുന്നേ ഇരിക്കാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാനായിട്ടൊക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമേ എന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. അകലം പാലിച്ചിരിക്കുവാനായിട്ടും ഇങ്ങനെ മുൻപിലോട്ടൊക്കെ വന്നിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമേ എന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. ഈ സന്ധ്യയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രണാമം. മലയാളത്തിൻ്റെ പ്രിയ കവയിത്രി, ഇന്ന് നമ്മളിൽ നിന്ന് വിടവാങ്ങിയ പ്രിയ സുഗതകുമാരി ടീച്ചറിന് പ്രണാമം. നന്ദി ഈ മഴയോട്, നന്ദി ഈ വെയിലിനോട്, നന്ദി ഈ മണ്ണിനോട്, തണലിനോട്, എനിക്ക് നിറച്ച് വിളമ്പി തന്ന അന്നത്തോട്, എൻ്റെ ശിരസിൽ കൈവച്ച അനുഗ്രഹങ്ങളോട് എല്ലാം നന്ദി മാത്രം. ഇനി അടുത്ത ജന്മം ഈ മണ്ണിൽ തന്നെ കഷ്ടപ്പെടാനും പാടുപെടാനും ഞാൻ വരുമെന്ന് പറഞ്ഞു പോയ പ്രിയ ടീച്ചറിന് ഇമ്മാനുവേൽ മാർത്തോമ ഇടവകയുടെ പ്രണാമം. കർത്താവിൽ പ്രിയരെ, ദൈവനാമത്തിൽ സ്നേഹവന്ദനം. 9 ദശാബ്ദങ്ങളിലധികമായി ഒരു ഇടവകയായി രൂപം കൊണ്ട് പ്രവർത്തിക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകി. ഭാഗ്യസ്മരണീയനായ തിത്തൂസ് ദ്വിതീയൻ മാർത്തോമ മെത്രാപ്പൊലിത്തയുടെ കൽപ്പന പ്രകാരം മലയാള വർഷം 1099 നിലവിൽ വന്ന ഇടവകയാണ് ഇമ്മാനുവേൽ മാർത്തോമ ചർച്ച്. ഏകദേശം 100 വർഷത്തേക്ക് നമ്മൾ അടുത്തെത്തിയിരിക്കുകയാണ്. കടന്നു വരാം ഈ സന്ധ്യയിലേക്ക്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. പ്രലോഭനങ്ങളുടെയും ആർത്തിയും കൊണ്ട് ജീവിതം തന്നെ കൊള്ളിമീനായി തീർന്ന ഒരു കാലത്ത് കനിവും നന്മയും സമാധാനവും അടിസ്ഥാനമാക്കി
രക്ഷകന്റെ പിറവിയെ നാം എങ്ങനെയാണ് നോക്കിക്കാണുക? വെറുപ്പും അസംതൃപ്തിയും അവിശ്വാസവും മലിനീകരണവും ഹിംസയും ചേർന്ന അടയാളങ്ങളുടെ ഇടങ്ങൾക്ക് പെരുക്കം വർദ്ധിക്കുമ്പോൾ എന്ത് സന്ദേശമാണ് നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ കൂടെ വിതരണം ചെയ്യപ്പെടുന്നത്? ഓരോ വഴിവിളക്കുകളും അസ്തമിക്കുകയാണ്. ഓരോ ബിംബങ്ങളും ഓരോ ദിവസവും അടർന്നു വീഴുകയാണ്. വല്ലാത്ത ഇരുട്ടിലേക്കാണോ നമ്മൾ കടന്നു പോകുന്നത്? 2000 വർഷങ്ങൾക്ക് മുമ്പ് സക്രിയ പ്രവാചകൻ കൂടെ അരുളി ചെയ്തത് ഇത് തന്നെയല്ലേ? ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടുന്നതിന് ആ ആർദ്രത കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. When they saw the star, they rejoiced exceedingly with great joy. And going into the house, they saw the child with Mary, his mother, and they fell down and worshipped him. Christmas is not just about acknowledging Jesus, but adoring him. It is not first about witness, but about worship. So come all ye faithful, come joyful and triumphant. ഇപ്പോൾ കം ഓൾ യു ഫെയ്ത്ത്ഫുൾ എന്ന ഗാനം ആലപിക്കുവാനായി ഇടവക ഗായക സംഘത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. ഒരിക്കൽ കൂടി ആ മനോഹര ഗാനത്തോടെ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ പ്രാരംഭ പ്രാർത്ഥന ബഹുമാനപ്പെട്ട ജോൺ സക്രിയ സാറിനെ ക്ഷണിച്ചോളൂ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം.
ഭൂമിയിൽ ദൈവപ്രസാദമുള്ള ഏവർക്കും നമുക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമുക്ക് തലവണങ്ങാൻ പ്രാർത്ഥിക്കാം. തലമുറയായി ഞങ്ങളുടെ സങ്കേതവും ബലവുമായ ദൈവമേ, നിൻ്റെ ഏകജാതനായ പുത്രനെ സ്വർഗത്തിൽ നിൻ്റെ വലത്തുഭാഗത്തിരുന്ന ഏകജാതൻ നീ ആദരിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് തന്ന് ഞങ്ങളെ സ്നേഹിച്ച ദൈവമേ, ഞങ്ങളുടെ ഏത് ആവശ്യവും നീ സാധിക്കാൻ പര്യാപ്തനായിരിക്കുന്നല്ലോ കർത്താവേ. ആ വലിയ മഹാത്യാഗത്തെ, സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുവാൻ 2020 ഇമ്മാനുവേൽ ഇടവയ്ക്ക് ഒരവസരം കൂടെ തന്നല്ലോ കർത്താവേ. കഴിഞ്ഞ വർഷം കർത്താവേ, ഈ ഹോളും നിറയും പരിസരവും നിന്നെ ആരാധിച്ച് വണങ്ങുവാൻ കർത്താവെ ഞങ്ങൾ അണിനിരുന്ന് ഓർക്കുന്നു. സാഹചര്യങ്ങൾ വ്യത്യസ്തമെങ്കിലും ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നതുകൊണ്ട് സ്തോത്രം. പുതിയ വർഷം അനുഗ്രഹപ്രദമാക്കണേ കർത്താവെ. ആപത്തനത്തും കർഷകാവസ്ഥ പിടിക്കണേ. ഞങ്ങളുടെ നിലവുകളെയും ഞങ്ങളുടെ ശരീരത്തെ ഓരോ അവയവങ്ങളെയും നീ അറിയുന്ന കർത്താവായിരിക്കുക. സ്തോത്രം കർത്താവെ. ഇന്ന് പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിക്കണമേ. അധ്യക്ഷം വഹിക്കുന്ന അച്ഛന് വേണ്ടിയും കർത്താവെ, മുഖ്യ അതിഥി പ്രസംഗത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവെ. സാറിനെ അനുഗ്രഹിക്കണമേ. തിരുവചനം ഘോഷിപ്പാൻ പ്രാപ്തരാക്കണമേ. നിന്നെ പാടിപ്പുഴ്ത്തി കർത്താവെ ഞങ്ങൾ അനുഗ്രഹം പ്രാപിച്ച് 2021 കാൽ ചുവട് വെക്കുവാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവെ. വന്നുകൂടിയ എല്ലാവരെയും അനുഗ്രഹിക്കണേ. ഇത് കർത്താവെ വീക്ഷിക്കുന്ന അനേകം ഇടവചനങ്ങളുണ്ടല്ലോ, അവരായിരിക്കുന്ന സ്ഥാനത്ത് നീ അവരെ അനുഗ്രഹിക്കണേ. ഇതിൻ്റെ ക്രൂവായിട്ട് ജോലി ചെയ്യുന്നവരെയും അധ്വാനിച്ചവരെയും ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചവരെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. ആ കഠിനാധ്വാനത്തെയൊക്കെ നീ മാനിക്കുന്ന കർത്താവായിരിക്കുക. സ്തോത്രം. നിന്നെ ഏത് വിധത്തിൽ മാനിച്ചാലും നീ അവരെ മാനിക്കുന്ന ദൈവമായിരിക്കുക. സ്തോത്രം. അവരെ ശക്തീകരിക്കണേ, ബലപ്പെടുത്തണമേ, കൃപ കൂടെ ഇരിക്കണമേ. എല്ലാം പുത്രൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമീൻ. ഇപ്പോൾ സ്വാഗത പ്രസംഗത്തിനായി ഇടവക സെക്രട്ടറി ശ്രീ ടിനു വിസാമി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും നമുക്കൊരു ക്രിസ്മസിൻ്റെ സന്തോഷം കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ക്രിസ്മസ് കരോൾ സർവീസിന് സ്വാഗതം പറഞ്ഞ എനിക്ക് ഇപ്പോൾ ഒരു വിഭിന്നമായ അവസ്ഥയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഇരുന്ന് ഉള്ള കേൾവിക്കാർ കുറവാണെങ്കിലും ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും ഇമ്മാനുവേൽ മാർത്തോമാ ഇടവകയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ഈ പരിപാടിയുമായി ബന്ധപ്പെടുന്നു എന്നുള്ള ഒരു വ്യത്യസ്തത ഇതിൻ്റെ അതുകൊണ്ട്. അതിന് കാരണം കൊറോണ എന്ന ഒരു ചെറുവണു നമ്മുടെ ആചാരങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഉണ്ടാക്കിയ ഒരു രൂപഭേദമാണ്. അതിനാണ് ഇതിനെല്ലാം കാരണമായി സംഭവിച്ചിരിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ആഘോഷം എന്നത് തൻ്റെ സൃഷ്ടാവ് സൃഷ്ടിയായി ഭൂമിയിൽ അവതരിച്ച സുദിനം ക്രിസ്മസ്. അതാണ്. അതിന് പരിമിതികൾക്ക് ഇടയിലും ഈ മഹാമാരി ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിലും അനേകായിരങ്ങൾ അവരുടെ പരിമിതിക്കുള്ളിൽ തന്നെ നിന്നുകൊണ്ട് ആഘോഷങ്ങൾ നടത്തുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ജനിച്ച ഉണ്ണിയേശുവിൻ്റെ ഉപദേശങ്ങൾ, ജീവിതം നമ്മൾക്ക് ഈ വർഷം വരും കാലങ്ങളിലും അത് അനുകരിക്കുവാൻ നമുക്കിടയാകട്ടെ. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരു ക്രിസ്മസ് നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നു കൊള്ളട്ടെ. എൻ്റെ കർത്തവ്യം എന്നത് സ്വാഗതം പറയുക എന്നുള്ളതാണല്ലോ. ആദ്യമായി സ്വാഗതം പറയേണ്ടത് ഈ കരോൾ സർവീസിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതും ഇടവകയുടെ വികാരിയുമായിരിക്കുന്ന തോമസ് കോശി പനച്ചുമട്ടിൽ അച്ഛനാണ്. ബഹുമാനപ്പെട്ട അച്ഛനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഇടവക അംഗങ്ങളുമായും കുടുംബങ്ങളുമായും വളരെ നല്ലൊരു ബന്ധം പുലർത്തുവാനായി അച്ഛന് കഴിഞ്ഞിട്ടുണ്ട്. ഇടവകയുടെ സംഘടനകളെ ശക്തിപ്പെടുത്തുവാൻ ഈ കൊറോണയുടെ പരിമിതിയിലും ആളില്ലാത്ത സാഹചര്യങ്ങളിലെല്ലാം തന്നെ അത് ശക്തിപ്പെടുത്തുവാനും
ഇപ്പോൾ ഈ കാണുന്ന കരോൾ സർവീസിൻ്റെ പിന്നിലൊക്കെ അച്ഛൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതിനൊക്കെ ഉപകരിച്ചത് അച്ഛൻ്റെ ഒരു പ്രവർത്തന മികവ് തന്നെയാണ്. അച്ഛന് കൂടുതൽ കാര്യങ്ങൾ പത്തനാപുരം ഇമ്മാനുവേൽ ഇടവകയ്ക്ക് ചെയ്യുവാനായി കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അച്ഛൻ്റെയും കുടുംബത്തിൻ്റെയും സേവനം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തോമസ് കോശി പനച്ചുമൂട്ടിലച്ഛനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഞാൻ ഈ കരോൾ സർവീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം പറയേണ്ടത് കരോൾ സർവീസിൻ്റെ വിശിഷ്ട അതിഥിയും ഇന്നത്തെ ക്രിസ്മസ് ദൂത് പറഞ്ഞു തരേണ്ടതുമായിട്ടുള്ള നമ്മുടെ അതിഥിയായിരിക്കുന്ന ഡോക്ടർ ലബി ഫിലിപ്പ് മാത്യു. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഇന്ത്യൻ YMCAയുടെ മുൻപുള്ള നാഷണൽ പ്രസിഡൻ്റാണ്. അദ്ദേഹം വളരെ പ്രായത്തിൽ തന്നെ പ്രസിഡൻ്റ് എന്ന പദവിയിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിത്വമാണ്. നാഷണൽ പ്രസിഡൻ്റ് എന്ന ഒരു പദവിയിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിത്വമാണ്. CSI സഭാംഗമായ അദ്ദേഹം പത്തനംതിട്ട വെട്ടിപ്പുറം സ്വദേശിയാണ്. അദ്ദേഹം കഴിഞ്ഞ 3 വർഷക്കാലം YMCAയുടെ നാഷണൽ പ്രസിഡൻ്റായി പ്രവർത്തിച്ചിരുന്ന കാലത്തിലാണ് ഭാരതത്തിൽ 400ഓളം ഗ്രാമീണ YMCA സജീവമാക്കുവാനായിട്ട് കഴിഞ്ഞത്. YMCA കേരളയുടെ ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അഖില കേരള ബാലജന സഖ്യത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തനം ആരംഭിക്കുന്നത്. വളരെ ചെറുപ്രായത്തിൽ തന്നെ അതിൻ്റെ അഖില കേരള ബാലജന സഖ്യത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. അഖില കേരള ബാലജന സഖ്യത്തിൻ്റെ ദക്ഷിണ മേഖല പ്രസിഡൻ്റായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. നല്ലൊരു സംഘാടകൻ എന്ന നിലയിൽ എക്യുമെനിക്കൽ കാര്യങ്ങളിൽ വളരെ താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എബി സാർ. അദ്ദേഹം കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിച്ചിരുന്നു. ഏറെ സവിശേഷതയുള്ള ഡോക്ടർ ലബി ഫിലിപ്പ് മാത്യു അവരുകളെ പത്തനാപുരം ഇമ്മാനുവേൽ മാർത്തോമ ഇടവകയുടെ കരോൾ സർവീസിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഒരു കരോൾ എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ ആദ്യം രൂപം കൊള്ളുന്നത് അതിലെ ഗായക സംഘമാണ്. ഇമ്മാനുവേൽ മാർത്തോമ ഇടവകയുടെ ഗായക സംഘത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിൽ വളരെയേറെ ഇതിൻ്റെ പ്രവർത്തന മികവിന് വേണ്ടിയിട്ടും വിജയത്തിന് വേണ്ടിയിട്ടും ഇവർ പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്തു. ഗായക സംഘത്തിൻ്റെ മനോഹരമായ ഗാനങ്ങൾ നമ്മൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. ഗായക സംഘത്തിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കരോൾ സർവീസിൻ്റെ ഡെക്കറേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത് നമ്മുടെ ഇടവകയുടെ യുവജന സഖ്യ അംഗങ്ങളാണ്. സഖ്യാംഗങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇടവകയുടെ സംഘടനകളായി പ്രവർത്തിക്കുന്ന ഇടവക മിഷൻ, സേവിയ സംഘം, വികസന സംഘം, അതുപോലെ തന്നെ ഇമ്മാനുവൽ സൺഡേ സ്കൂൾ, AMM സൺഡേ സ്കൂൾ, ഇവരേവരും തന്നെ ഈ കരോളിൻ്റെ ഭാഗമാകുന്നുണ്ട്. അവരുടെ ഇതിലെ ഭാരവാഹികളെയും പ്രവർത്തകരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇടവക ചുമതലക്കാർ, കൈസ്ഥാന സമിതി അംഗങ്ങൾ, ഇതിന് സൗണ്ട് സിസ്റ്റം ക്രമീകരിച്ചവർ, കീബോർഡ്, യൂട്യൂബ് ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നവർ, ഏവരെയും വന്നു ചേർക്കുന്ന ഏവരെയും, അതുപോലെ തന്നെ യൂട്യൂബിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഏവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാലിത്തൊരുത്തിൽ പിറന്ന ലോകരക്ഷിതാവായ യേശു ക്രിസ്തു തൻ്റെ ജനനത്തിലൂടെ നമ്മെ കാണിച്ചു തന്ന തൻ്റെ എളിമ ജീവിതത്തിന് ഈ ക്രിസ്മസ് ഒരു പുത്തനൊരുണർവ് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിട ചൊല്ലുന്നു.
ഇപ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും 1-ാം ഭാഗം പ്രിയപ്പെട്ട എസ് രായിച്ചാൻ വായിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ 1-ാം ഭാഗം വായിക്കും. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. പണ്ട് അവൻ സെബുലോൻ ദേശത്തിനും നപ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാനക്കരയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസുള്ള ദേശത്തെ പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയുമാകുന്നു. അവൻ ചുമക്കുന്ന നുകവും അവൻ്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവൻ്റെ വടിയും മിദ്യാൻ്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും വിറവ് പോലെ തീയ്ക്ക് ഇരയായിത്തീരും. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവനെ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവേ, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകയില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. ഇവിടെ പാഠം. ഉന്നതങ്ങളിൽ മാമഹത്വം, മാനസങ്ങളിൽ ശാന്തിപ്രീതി. ഉണ്ണിയേശുവിൻ്റെ വരവിനെ പാടി അറിയിക്കുവാനായി ഡോക്ടർ ഗീത ജോഷുവ എഴുതി ഡോക്ടർ എബ്രഹാം ജോഷുവ സംഗീതം നൽകിയ ഒരു മനോഹര ഗാനം ഇപ്പോൾ ഇടവകയുടെ സ്വന്തം ഗായക സംഘം ആലപിക്കുന്നതാണ്.
വേദഭാഗം വായിക്കുവാനായി ശ്രീമതി എൽസി ജേക്കബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പാഠഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 2:1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ.
ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണമെന്ന് ഔഗസ്തിയോസ് കൈസരുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറന്യോസ് സുറിയ നാട് വാഴുമ്പോൾ ഈ ഒന്നാമത്തെ ചാർത്തൽ ഉണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താൻ്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസഫും ദാവീദിൻ്റെ ഗൃഹത്തിലും കുലത്തിലുമുള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രേത്ത് പട്ടണം വിട്ടു. യഹൂദയിൽ ബേത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശരായിത്തീർന്നു. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. And she gave birth to her firstborn son, and wrapped him in swaddling clothes, and laid him in a manger, because there was no place for them in the inn. Now choir will sing a song, Run to the Manger, written by Victor C. Johnson.
സ്റ്റഫ്. ഇമ്മാനുവേൽ, ഇങ്ങനെയാണ് ബൈബിൾ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെ വിശേഷിപ്പിക്കുന്നത്. അതുവരെ മഹത്വപൂർണനായ ഒരു ദൈവത്തെക്കുറിച്ചുള്ള കേട്ടറിവ് മാത്രമേ മനുഷ്യനുണ്ടായിരുന്നുള്ളൂ. ഇനി ആ ദൈവം മനുഷ്യരിലൊരുവനായി എണ്ണപ്പെടുകയാണ്. കാലിത്തൊഴുത്തും നസ്രേത്തും ബേത്ലഹേമും നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു തരുന്ന നല്ലൊരു പാഠശാലയാണ്. അസാധാരണമായ സാധാരണത്വം, അതായിരുന്നു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അസാധാരണമായ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ഇമ്മാനുവേൽ മാർത്തോമാ ഇടവകയ്ക്ക് വേണ്ടുന്ന നേതൃത്വം നൽകാനായിട്ട് ദൈവ നിയോഗം വന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട റവറൻ തോമസ് കോശി പനച്ചമൂട്ടിൽ അച്ഛനാണ്. ഈ കാലയളവിൽ ഇടവകയ്ക്ക് ഏറ്റവും വലിയ നേതൃത്വം നൽകി ധൈര്യം തന്ന് മുന്നോട്ട് കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട അച്ഛനെ പ്രാരംഭ പ്രസംഗത്തിനായിട്ട് ക്ഷണിച്ചോളൂ. എത്രയും പ്രിയങ്കരനായ ശ്രീ ലബി ഫിലിപ്പ് മാത്യു, ഇടവകയുടെ ഭാരവാഹികളെ, കമ്മിറ്റി അംഗങ്ങളെ, വിവിധ സംഘടനകളുടെ പ്രവർത്തകരെ, ഗായസംഘാംഗങ്ങളെ, പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ അംഗമായിരിക്കുന്ന ശ്രീമതി പൊന്നമ്മ ജയൻ, അതേപോലെ തന്നെ ഈ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് വീക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കും. ക്രിസ്മസ് ആഘോഷങ്ങളുടെ കാലമാണ്. അതോടൊപ്പം ഇത് സന്തോഷത്തിൻ്റെയും കാലമാണ്. എന്നാൽ മുൻകാലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഈ വർഷത്തെ ആഘോഷങ്ങൾക്കും സന്തോഷങ്ങൾക്കും അല്പം മങ്ങൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. COVID-19 എന്ന മഹാമാരിയുടെ വ്യാപനത്തെ തുടർന്ന് ലോകമെമ്പാടും ഒരു ഭീതി നിലനിൽക്കുകയാണ്. ഈ ഭീതിയുടെ സാഹചര്യത്തിൽ തന്നെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾക്കും അതിൻ്റേതായ പോരായ്മകൾ, കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ്. ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഇതിനെ സന്തോഷം, സമാധാനം, സമൃദ്ധി അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കൊണ്ട്, വെളിച്ചം അങ്ങനെയുള്ള വാക്കുകൾ കൊണ്ടൊക്കെ ഇതിനെ അലങ്കരിക്കുവാനായിട്ടാണ് ശ്രമിക്കാറ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ക്രിസ്തുമസിൻ്റെ ചില വേദനകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് അത്ര ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ ക്രിസ്മസ് രാത്രി നമ്മളൊന്ന് അനുസ്മരിക്കുന്നത് നല്ലതാണ്. ആദ്യത്തെ ക്രിസ്മസ് രാത്രിയിൽ ഒരു ഭാര്യയും ഭർത്താവും അനുഭവിച്ച സംഘർഷങ്ങൾ, വേദനകൾ എത്ര വലുതായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. പ്രസവിപ്പാൻ സമയമടുത്തിരിക്കുന്ന തൻ്റെ ഭാര്യയ്ക്ക് പ്രസവിപ്പാനായിട്ടൊരു ഇടം കിട്ടാതെ വളരെ ആകുലതകളോട്, ആശങ്കയോട് കൂടെ പലയിടത്തും പോയി യാചിക്കുന്ന ഒരു ഭർത്താവിനെ നമുക്ക് ജോസഫ് എന്ന മനുഷ്യനിലൂടെ കാണുവാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ് വേദനയോടുകൂടെ തൻ്റെ ഭാര്യ വഴിയിൽ കിടന്ന് പ്രസവിക്കേണ്ട ഗതികേട് കാണേണ്ടി വന്ന ഒരു മനുഷ്യൻ, വഴിയിൽ കിടന്ന് പ്രസവിക്കേണ്ടി വന്ന ഗതികേട് സംഭവിച്ച ഒരു വനിത അല്ലെങ്കിൽ ഒരു യുവതി.
വളരെ തണുപ്പുള്ള കാലമായിരുന്നു. ആ കുഞ്ഞിന് സുരക്ഷിതമായ രീതിയിൽ ഒരു പുതപ്പ് പോലും ശരിയായ രീതിയിൽ കൊടുക്കുവാൻ തക്കവണ്ണം ഒരുപക്ഷെ അന്ന് സാധിച്ചിട്ടുണ്ടാകുകയില്ല. അതുകൊണ്ട് വേദനിക്കുന്ന ഭാര്യയുടെ മുമ്പിൽ നിസ്സഹായകനായി അപമാനിതനായി നിൽക്കുന്ന ഒരു ജോസഫിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാൻ പറയും, ക്രിസ്മസ് എന്ന് പറയുന്നത് വേദനയുടെയും അപമാനത്തിൻ്റെയും അനുസ്മരണമാണ്. ദ റിമംബറൻസ് ഓഫ് പെയിൻ ആൻഡ് ഹ്യൂമിലിയേഷൻ. വേദനയുടെയും അപമാനത്തിൻ്റെയും അനുസ്മരണമാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത്. ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരു കുഞ്ഞും അനുഭവിച്ച വേദനകളുടെയും അപമാനത്തിൻ്റെയും അനുസ്മരണമാണ് ക്രിസ്മസ്. രണ്ടാമതായിട്ട് ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ പറയുവാൻ കഴിയും റിമംബറൻസ് ഓഫ് റിജക്ഷൻ. അതായത് തിരസ്കരണത്തിൻ്റെ അനുസ്മരണമാണ് ക്രിസ്മസ്. ഈ കുഞ്ഞിൻ്റെ ജനനത്തെക്കുറിച്ച് വളരെ നാളുകൾക്ക് മുമ്പേ പ്രവാചകന്മാരിലൂടെ ദൈവം ലോകത്തെ അറിയിച്ചിരുന്നു. ഒരു ശിശു ജനിക്കുമെന്നും അവൻ അത്ഭുത മന്ത്രിയാണെന്നും ഒക്കെ പറഞ്ഞിരുന്നു. അവൻ ലോകത്തിൻ്റെ രക്ഷകനാണെന്നുള്ള കാര്യവും ദൈവം ലോകത്തെ പ്രവാചകന്മാരിലൂടെ അറിയിച്ചിരുന്നു. എന്നാൽ ഇത് ജനങ്ങൾ ആരും ഉൾക്കൊണ്ടില്ല. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അപ്പോൾ ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്നുള്ളതാണ് ക്രിസ്മസിന്റെ അർത്ഥം. നമ്മളോടുകൂടെ വസിക്കുവാനായിട്ട് വന്ന ദൈവത്തെ അന്ന് ബേത്ലഹേമിലെ ഒരു ഭവനത്തിലോ ഒരു സത്രത്തിലോ ആരും സ്വീകരിച്ചില്ല. ബേത്ലഹേം എന്ന തിരക്കുള്ള പട്ടണത്തിലെ ജനങ്ങൾ മുഴുവൻ ഈ ഇമ്മാനുവേലായ ദൈവത്തെ തിരസ്കരിച്ച ദിവസമാണ് ക്രിസ്മസ്. അതുകൊണ്ട് മനുഷ്യൻ ദൈവത്തെ തിരസ്കരിച്ച ദിവസമാണ് ക്രിസ്മസ്. എന്നാൽ ഈ ദൈവത്തെ മൃഗങ്ങൾ സ്വീകരിച്ച സന്ദർഭം കൊണ്ട് മനുഷ്യൻ ദൈവത്തെ തിരസ്കരിക്കുകയും മൃഗങ്ങൾ കാലികൾ ദൈവത്തെ സ്വീകരിക്കുകയും ദൈവത്തിന് കിടക്കുവാൻ ഇടം കൊടുക്കുകയും ചെയ്ത സംഭവത്തിൻ്റെ അനുസ്മരണമാണിത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്രിസ്മസ് എന്ന് പറയുന്നത് റിമംബറൻസ് ഓഫ് റിജക്ഷൻ എന്ന്. ഇത് തിരസ്കരണത്തിൻ്റെ അനുസ്മരണമാണ്. മൂന്നാമതായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും, ക്രിസ്മസ് ഈസ് എ ഫെസ്റ്റിവൽ ഓഫ് സിംപ്ലിസിറ്റി. ലാളിത്യത്തിൻ്റെ ആഘോഷമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. സ്വർഗോന്നതങ്ങളിൽ വസിച്ചവനായ ദൈവം സ്വർഗത്തിൻ്റെതായ എല്ലാ മഹിമകളും സുഖ സൗകര്യങ്ങളും ത്യജിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സന്ദർഭമാണ് ക്രിസ്മസ്. അതായത് ദൈവം ഭൂമിയിൽ ഇറങ്ങി വരിക മാത്രമല്ല, അവൻ ഇപ്പോൾ കാലിത്തൊഴുത്തിൽ ഒരു സാധാരണപ്പെട്ടവനെ പോലെ കിടക്കുകയാണ്. ഈ ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്ന് കാലിത്തൊഴുത്തിൽ കിടന്നപ്പോൾ ആ സംഭവം ഒരു നക്ഷത്രമാണ്, ദൈവിക നക്ഷത്രമാണ് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. ആ നക്ഷത്രം പോയി നിന്നത് ലാളിത്യത്തിൻ്റെ അടയാളമായ പുൽക്കൂടിൻ്റെ മുകളിലാണ്. അതുകൊണ്ട് ക്രിസ്മസിൻ്റെ നക്ഷത്രം നമ്മളെ ലാളിത്യത്തിൻ്റെ പുൽക്കൂട്ടിലേക്കാണ് നയിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, ഈ ലാളിത്യത്തിൻ്റെ അനുസ്മരണമാണ് ക്രിസ്മസ് എന്ന് പറയാം. ഇത് ലാളിത്യത്തിൻ്റെ ഫെസ്റ്റിവലാണ്, ആഘോഷം. പക്ഷെ ഇന്ന് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് പലപ്പോഴും അതിൻ്റെ അർത്ഥങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ലാളിത്യമാണ് ഏറ്റവും മഹിമയുള്ള ഒരു ശൈലി എന്ന് പറയുന്നത്. ലാളിത്യ ജീവിതമാണ് ഒരുവനെ മഹാനാക്കുന്നത്. മഹാത്മാഗാന്ധിയെ മഹാനാക്കിയത് 10 കോടിയുടെ സൂട്ടിൽ സ്വർണ്ണ നൂല് കൊണ്ട് പേരെഴുതിയത് കൊണ്ടല്ല. അങ്ങനെ എഴുതിയ നേതാവും നമുക്കുണ്ട്, ആരാന്ന് ഞാൻ പറയുന്നില്ല.
സൂട്ടിൽ സ്വർണ്ണ നൂല് കൊണ്ട് സ്വന്തം പേരെഴുതി ഞെളിഞ്ഞു നടന്ന ആൾ 10 ലക്ഷത്തിൻ്റെ സൂട്ട്. മഹാത്മാഗാന്ധിയെ അദ്ദേഹത്തിൻ്റെ ലാളിത്യ ജീവിതമാണ് മഹാനാക്കിയത്. മദർ തെരേസയും അബ്ദുൽ കലാമിനെയും ഒക്കെ മഹാന്മാരാക്കിയത്, മഹതികളാക്കിയത് അവരുടെ ലാളിത്യ ജീവിതമാണ്. ദൈവം തൻ്റെ ലാളിത്യം ലോകത്തിന് കാണിച്ചു കൊടുത്ത സന്ദർഭമാണ് ക്രിസ്മസ്. അതുകൊണ്ട് ക്രിസ്മസ് ആഘോഷം ലാളിത്യ ജീവിതം പരിശീലിക്കുന്നതിനുള്ള ആഘോഷമായി മാറണം. പലപ്പോഴും നമുക്കിത് ആഡംബരങ്ങളുടെ ആഘോഷമായി മാറുന്നു എന്നുള്ള ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം സമ്മതിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുകയാണ്. ക്രിസ്മസ് തിരസ്കരണത്തിൻ്റെ അനുസ്മരണമാണ്. ക്രിസ്മസ് വേദനയുടെയും അപമാനത്തിൻ്റെയും അനുസ്മരണമാണ്. ക്രിസ്മസ് ലാളിത്യത്തിൻ്റെ ആഘോഷമാണ്. ലാളിത്യം പരിശീലിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായിത്തീരുന്നത്. ലാളിത്യം സ്വീകരിച്ച ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ ഗോശാലകളായി നമുക്കൊരുക്കാം. ദൈവം അതിന് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് നമുക്ക് മുഖ്യ സന്ദേശം നൽകുവാനായി വന്നിരിക്കുന്നത് YMCA പ്രസ്ഥാനത്തിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി കഴിഞ്ഞ 3 വർഷക്കാലം വളരെ സജീവമായ നേതൃത്വം നൽകിയ ശ്രീ ലെബി ഫിലിപ്പ് മാത്യു. സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി. വളരെ ചെറുപ്രായം മുതൽ തന്നെ ഞങ്ങൾ കൂട്ടുകാരായിരുന്നു. പത്തനംതിട്ട സ്വദേശിയായിരുന്നെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പിതാവ് റാന്നിയിലെ CMS സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നുകൊണ്ട് ജനിച്ചു വളർന്നത് റാന്നിയിലാണ്. ഞങ്ങൾ അയൽക്കാരായിരുന്നു. അതുകൊണ്ട് ചെറുപ്രായം മുതൽ തന്നെ ഞങ്ങൾ ഒരുമിച്ച് വളർന്നു, കളിക്കൂട്ടുകാരായിരുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് YMCA പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. റാന്നി YMCAയിൽ യൂണിവൈയുടെ ആദ്യത്തെ വിദ്യാർത്ഥികളുടെ വേദിയാണ് യൂണിവൈ. അതിൻ്റെ പ്രവർത്തകരായി ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ഞാൻ വൈദിക വൃത്തിയിലേക്ക് പോയി, അദ്ദേഹം എക്യുമെനിക്കൽ രംഗത്തേക്ക് പോയി എന്ന് മാത്രം. നല്ലൊരു സംഘാടകൻ, ചെറുപ്രായം മുതൽ തന്നെ വളരെ നന്നായി കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നതിന് കഴിവുള്ള ഒരു വ്യക്തി. ഞാനെപ്പോഴും പറയും, റാന്നിയിൽ വളർന്നതുകൊണ്ടാണ് ഈ കഴിവുകളൊക്കെ കിട്ടിയത്. റാന്നിയിലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ത്യയിൽ തന്നെയും വളരെ പ്രശസ്തനായിരുന്നു അദ്ദേഹം. കാരണം YMCAയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ നിന്നും 50 വയസ്സ് ഉള്ള ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ചെയർമാനാകുന്നത്, അതിൻ്റെ പ്രസിഡന്റ് ആകുന്നത്, നാഷണൽ പ്രസിഡന്റ് ആകുന്നത്. സാധാരണ വടിയിടിച്ച് വരുന്നവരാണ് YMCAയുടെ പ്രസിഡന്റ് ആകുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യൻ YMCAയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 50-ാം വയസ്സിൽ ഒരാൾ പ്രസിഡന്റ് ആകുന്നത് ശ്രീ ലെബി ഫിലിപ്പ് മാത്യുവാണ്. അതുകൊണ്ട് തന്നെ എല്ലാ YMCA യൂണിറ്റുകളെയും സജീവമാക്കുവാനായിട്ട്, ഇന്ത്യയിൽ ആകമാനം ഓടി നടന്നത് സജീവമാക്കുവാനായിട്ട് അദ്ദേഹത്തിന് കഴിയും. 6 വർഷക്കാലം കേരള YMCAയുടെ, കേരള സംസ്ഥാനത്തിൻ്റെ പ്രസിഡന്റായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. യൂണിവയുടെ ചെയർമാനായിരുന്നു. അങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരള കൗൺസിൽ ഓഫ് ചർച്ചസ്, കേരളത്തിലെ സഭകളുടെ, എപ്പിസ്കോപ്പൽ സഭകളുടെ ഐക്യവേദിയാണ് KCC അല്ലെങ്കിൽ കേരള കൗൺസിൽ ഓഫ് ചർച്ചസ്. അതിൻ്റെ വൈസ് ചെയർമാനായിട്ടും അദ്ദേഹം സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ ലെബി ഫിലിപ്പ് മാത്യുവിനെ നമുക്കിന്ന് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. എൻ്റെ പഴയ കൂട്ടുകാരനെ വീണ്ടും ഒരുമിച്ച് കാണുവാനായിട്ടും ഒരുമിച്ച് വേദി പങ്കിടുവാനുമായിട്ടും ഒക്കെ ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ സ്നേഹത്തോടും വിനയത്തോടും കൂടെ ശ്രീ ലെബി ഫിലിപ്പ് മാത്യുവിനെ ക്രിസ്മസ് സന്ദേശം നൽകുന്നതിനായിട്ട് ക്ഷണിച്ചു. ഇമ്മാനുവൽ മാർത്തോമ ഇടവകയുടെ വികാരി വന്ദനായ തോമസ് കോശി പനച്ചമുട്ടിലച്ചൻ, സ്വാഗതമരളിയ പ്രിയപ്പെട്ട ടിനു വി സാം, നന്ദി പ്രകാശിപ്പിക്കുന്ന സഭയുടെ ട്രസ്റ്റി ബഹുമാനായ ശ്രീ ജോൺ മാത്തൻ, ഇന്ന് ക്രിസ്മസിൻ്റെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച ഈ ഇടവകയിലെ ഗായക സംഘം,
ഇടവകയുടെ ക്രൈസ്തവ സമിതി അംഗങ്ങൾ, സംഘടനകളുടെ പ്രതിനിധികൾ, സ്നേഹമുള്ള പ്രിയപ്പെട്ടവരെ, അച്ഛന് വളരെ മനോഹരമായി ക്രിസ്മസിൻ്റെ പശ്ചാത്തലം ഒരു സ്മരണയെ പുതുക്കി ക്രിസ്മസിൻ്റെ ഒരു മനോഹരമായ സന്ദേശം അച്ഛൻ നൽകി കഴിഞ്ഞു. ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണി ഈശോയുടെ തിരുജനനത്തെ നമ്മൾ ഇന്ന് ഈ പള്ളിയിൽ പരിമിതികളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള ഈ സഭയുമായി ബന്ധപ്പെട്ട ആളുകൾ ഇത് കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ക്രിസ്തുമസ് നമുക്കറിയാം, എല്ലാ വർഷവും ഡിസംബർ 25 ഉണ്ണി ഈശോയുടെ ജനനം നമ്മൾ ആഘോഷിക്കുക. മാനവരാശിയുടെ രക്ഷയ്ക്കായി ലോകത്തിലേക്ക് പിറന്ന ഉണ്ണി ഈശോ. അച്ഛനിവിടെ വിവരിച്ചതുപോലെ വേദനയുടെ ഒരു പശ്ചാത്തലം അച്ഛനത് വളരെ ഭംഗിയായിട്ട് വർണ്ണിച്ചു. യേശുവിൻ്റെ ജനനത്തിലൂടെ വേദന അനുഭവിച്ച മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒരവസ്ഥ നമ്മളൊന്ന് ചിന്തിക്കുക. ഞാൻ YMCയുടെ ഒരു സജീവ പ്രവർത്തകൻ എന്ന നിലയിൽ നിരവധി അനുഭവങ്ങൾ എന്നെ പലതും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 3-4 നേരത്തെ ഭക്ഷണം കഴിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ഒരു ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മളുടെ ആഘോഷം എത്രയോ വലുതാക്കി നമ്മൾ മാറ്റുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന ആളിനെ പറ്റി ഞാനും നിങ്ങളും ചിന്തിക്കാറുണ്ട്. ഞാൻ പ്രസ്ഥാനത്തിൻ്റെ ദേശീയ അധ്യക്ഷനായിരിക്കുമ്പോൾ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൂടെ ഞാൻ സഞ്ചരിച്ചു. പല പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ അവർക്ക് വിദ്യാഭ്യാസമില്ല, അധിക വസ്ത്രങ്ങളൊന്നുമില്ല, ഒരു നേരത്തെ ഭക്ഷണം മാത്രം കഴിച്ച് ജീവിക്കുന്ന ജനങ്ങൾ ഇന്നും ഈ ഭാരതത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങളുള്ള ഒരു രാജ്യം. അത് ഭാഷയുടെ കാര്യത്തിലായാൽ, സംസ്കാരത്തിൻ്റെ കാര്യത്തിലായാൽ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും വ്യത്യസ്തതകളാണ്. യേശുദേവൻ്റെ ജനനത്തെ നമ്മൾ ഇന്നിവിടെ കൊണ്ടാടുമ്പോൾ, ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിലെ യേശുദേവൻ പിറന്നതിനെ നമ്മൾ സ്മരിക്കുമ്പോൾ, മനോഹരമായ പാട്ടുകൾ ഈ അൾത്താരയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ പാടുമ്പോൾ, ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ സമൂഹത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? വേദന അനുഭവിക്കുന്ന സമൂഹം, ആ വേദനിക്കുന്ന സമൂഹത്തോട് പങ്കുവെക്കാൻ എനിക്ക് നിങ്ങൾക്ക് ആവുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ ആഘോഷങ്ങളിൽ ആടിത്തിമിർത്ത് മുമ്പോട്ട് പോകുമ്പോൾ സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ള പാവം പിടിച്ച ജനതയെ ഓർക്കാൻ പലപ്പോഴും നമ്മൾ മറക്കുകയാണ്. യേശുദേവൻ എന്തിനാണ് ലോകത്തിലേക്ക് കടന്നു വന്നത്? അടിച്ചമർത്തപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയോട് ആഭിമുഖ്യം കാണിച്ചുകൊണ്ട് വേദന അനുഭവിക്കുന്ന സമൂഹത്തോട് പങ്കുവെച്ചുകൊണ്ട് ഈ ലോകത്തൊരു വലിയ മാറ്റം സൃഷ്ടിക്കാനാണ് യേശുദേവൻ ലോകത്തിലേക്ക് വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഈ പത്തനാപുരത്തെ മാർത്തോമാ പള്ളിയുടെ അൾത്താരയുടെ മുമ്പിൽ നിന്ന് യേശുദേവൻ്റെ ജനനത്തെപ്പറ്റി പറയുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. കാരണം യേശുദേവൻ ഈ ലോകത്തിന് നൽകിയ സംഭാവനകൾ എന്തൊക്കെയായിരുന്നു? പ്രതികൂല സാഹചര്യങ്ങളിൽ, പ്രതിസന്ധികളിൽ തളരാതെ പതറാതെ മുമ്പോട്ട് പോയ ഒരു വലിയ കർത്താവല്ലേ നമ്മുടേത്.
എന്തെല്ലാം പ്രതിസന്ധികൾ അദ്ദേഹം അഭിമുഖീകരിച്ചു. ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്കായി ലോകത്തിലേക്ക് പിറന്നു വീണ അദ്ദേഹം ജീവിച്ചത് ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. പ്രതിസന്ധികളെ അതിജീവിക്കാൻ കരുത്ത് നൽകി ലോകത്തിന് വലിയ സന്ദേശം നൽകിയ ഒരു വ്യക്തിത്വമായിരുന്നു യേശുദേവൻ. നമുക്ക് ജീവിക്കുന്ന നമ്മുടെ ഈ രാജ്യം എത്രയോ വലിയ സംസ്കാരങ്ങളുടെ രാജ്യമാണ്. ഞാൻ എപ്പോഴും ഓർക്കും, 1200ഓളം ജാതികളിൽപ്പെട്ട മനുഷ്യർ ജീവിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതം. പ്രാദേശിക ഭാഷകൾ ഉൾപ്പെടെ 800-ൽ പരം ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. നമ്മൾ ഇന്ന് ഈ കൊച്ചു കേരളത്തിലെ പത്തനാപുരത്തിരുന്നുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ സ്വന്തമായി ഭവനമില്ലാത്ത എത്രയോ ആളുകൾ ഈ രാജ്യത്ത് ജീവിക്കുന്നു. ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ, വസ്ത്രമില്ലാതെ, മരുന്നുകൾ ലഭിക്കാതെ വേദന അനുഭവിക്കുന്ന എത്രയോ ആളുകൾ ഈ രാജ്യത്ത് ജീവിക്കുന്നു. അവരെ നമുക്ക് കാണുവാനോ അവരെ സഹായിക്കുവാനോ കഴിയുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നില്ലെന്നല്ല, ചെയ്യുന്നുണ്ട്. ഈ ക്രിസ്മസിന് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എൻ്റെ ശ്രദ്ധ കൊണ്ടുവരുന്നത്, വേദന അനുഭവിക്കുന്ന സമൂഹത്തോട് നമുക്ക് പങ്കുവെക്കാനാകുമോ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. നമ്മളെല്ലാവരും പ്രസംഗങ്ങളിൽ പറയും, പാട്ടുകളിൽ പാടും. ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ കേക്കുകൾ മുറിക്കും, നല്ല ഭക്ഷണങ്ങൾ കഴിക്കും. ലോകമെമ്പാടും കൊറോണ എന്ന് പറയുന്ന വലിയ മഹാമാരി വ്യാപിക്കുകയാണ്. ഞാൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ടെലിവിഷനിൽ വന്ന വാർത്ത, അനേകം രാജ്യങ്ങളുടെ അതിർത്തികൾ അടക്കിയാണ്. ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ. കഴിഞ്ഞ ഒരു വർഷത്തോളം നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങൾ ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കാം. ഈ ലോകത്ത് എത്ര സന്തുഷ്ടവാന്മാരായിട്ടാണ് ഞാൻ നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞത്. പ്രതിസന്ധികളുടെ നാളുകൾ, പ്രയാസങ്ങളുടെ നാളുകൾ, അവിടെ നമ്മൾ യേശുദേവനെ ഓർക്കുവാൻ കഴിയണം. യേശുദേവന്റെ പ്രവൃത്തികളെ മനസ്സിലാക്കുവാൻ കഴിയണം. യേശുദേവന്റെ ദർശനങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള കരുത്ത് എനിക്ക് നിങ്ങൾക്കുണ്ടാവണം. ഞാൻ പത്തനംതിട്ടയിൽ YMCയുടെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ അവിടെ ഒരു ക്രിസ്ത്യൻ ബുക്ക് ഷോപ്പുണ്ട്. YMCയുടെ ഏറ്റവും മുമ്പിലായി ഒരു കൊച്ചു മുറിയിലാണ്. ബൈബിളാണ് അവിടെ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്നത്. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ആ ബുക്ക് ഷോപ്പിൽ പോയി അല്പസമയം ഇരിക്കാറുണ്ട്. ഒരു ദിവസം കാലത്ത് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ചട്ടയും മുണ്ടും ഉടുത്ത ഒരമ്മച്ചി കയ്യിലൊരു കടലാസുമായി ആ ബുക്ക് ഷോപ്പിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ആ അമ്മച്ചി ആ കൗണ്ടറിലിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കയ്യിലേക്ക് ഈ കടലാസ് കൊടുത്തു. അവരത് വായിച്ചിട്ട് എൻ്റെ കയ്യിലേക്ക് തന്നു. ഞാനതെടുത്തു വായിച്ചു. അമ്മച്ചി എഴുതിയിരിക്കുകയാണ്, ഞാനൊരു ആസ്മ രോഗിയാണ്. എനിക്ക് ശ്വാസതടസ്സം ഉണ്ടാകുമ്പോൾ അത് നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന അസ്താലിൻ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. അത് വാങ്ങണമെങ്കിൽ 450 റുപ്യ വേണം. എൻ്റെ കയ്യിൽ പണമില്ല. അമ്മച്ചി ഇന്ന് കിതക്കുകയാണ്. എൻ്റെ ഹൃദയത്തെ ഏറ്റവും പിടിച്ചുലച്ച നിമിഷങ്ങളാണ്. കാരണം എൻ്റെ അമ്മ ഒരു ആസ്മാറ്റിക് പേഷ്യൻ്റാണ്. ആസ്മ എന്ന രോഗം എന്താണ്, അത് നീക്കം ചെയ്യാൻ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നന്നായി അറിയാവുന്നൊരു വ്യക്തിയാണ് ഞാൻ. ആ അമ്മച്ചി ആ കടലാസുമായി ആ YMCA ഹാളിലെത്തി. ആ ബുക്ക് ഷോപ്പിൽ വെച്ച് അങ്ങനെ ഒരു സന്ദർഭം ഒരുങ്ങിയതുകൊണ്ട് എൻ്റെ മനസ്സിലൊരു വലിയ മാറ്റമുണ്ടായി.
അന്നാണ് ഞാൻ കേരള YMCയുടെ ചെയർമാനായിട്ടിരിക്കുകയാണ്. കാരുണ്യത്തിൻ്റെ കരസ്പർശം ജനഹൃദയങ്ങളിലെത്തണം, ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കുകയാണ്. ഈ പ്രസ്ഥാനത്തിലെ ഒരംഗം ഒരു രോഗിയെങ്കിലും സംരക്ഷിക്കണം. കാസർകോട്ടെ ബന്തെടുക്ക മുതൽ പാറശാല വരെയുള്ള പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്രങ്ങളിലെല്ലാം ഞാൻ യാത്ര ചെയ്തു. ഞാൻ ഒറ്റ കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ, ഈ പ്രസ്ഥാനത്തിൽ നിങ്ങൾ അംഗമായിരിക്കുന്നെങ്കിൽ ഒരു രോഗിയെങ്കിലും നിങ്ങൾ സംരക്ഷിക്കണം. 10 രൂപയുടെ ഒരു സ്ട്രിപ്പ് പാരസെറ്റമോൾ വാങ്ങി ഒരു രോഗിക്ക് നൽകിയാൽ അതിലൂടെ ആ രോഗിക്ക് ലഭിക്കുന്ന ആശ്വാസം, സ്വാന്തനം, അതാണ് ഏറ്റവും വലിയ ദൈവസ്നേഹമെന്ന് ഞാൻ ഓരോ തലത്തിലും പറഞ്ഞു. വേദന അനുഭവിക്കുന്ന സമൂഹത്തോട് പങ്കുവെക്കുക. നമുക്കറിയാം, YMC എന്ന പ്രസ്ഥാനം ലോകത്തിൽ എവിടെ ചെന്നാലും വലിയ മെട്രോപൊളിറ്റൻ സിറ്റികളിലേ കാണൂ. അച്ഛനോട് സൂചിപ്പിച്ച പോലെ 50 വയസ്സിന് താഴെ ആദ്യമായി ഈ പദവിയിലെത്തിയ എനിക്ക് അനേക അനുഭവങ്ങളുണ്ടായിരുന്നു. കാരണം ഞാനൊരു ഗ്രാമീണ തലത്തിൽ നിന്ന് കടന്നു വന്നതാണ്. ലോകത്തിൻ്റെ ഏത് കോണിൽ കടന്നു ചെന്നാലും YMC എന്ന പ്രസ്ഥാനം വലിയ മെട്രോപൊളിറ്റൻ സിറ്റികളിലാണ്. പക്ഷേ ഇന്ത്യയുടെ പ്രത്യേകത എന്താണ്? 100 വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ സേലത്ത് ജനിച്ച ഇന്ത്യൻ YMCയുടെ തദ്ദേശീയനായ ആദ്യത്തെ ജനറൽ സെക്രട്ടറി കനകരായം തിരുശെൽവം പോൾ, KT പോൾ, അദ്ദേഹത്തിന് ബ്രാഹ്മണ വംശജനായിരുന്നു, ക്രിസ്തുമതം സ്വീകരിച്ച അദ്ദേഹത്തിന് ദൈവം ഒരു ദർശനം കൊടുത്തു. ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് പോയി പ്രസ്ഥാനങ്ങളെ ആരംഭിക്കണം. ഇന്ത്യയുടെ ഗ്രാമങ്ങളുടെ വികസനം പ്രസ്ഥാനം സ്വപ്നം കാണണം. ഗ്രാമങ്ങളിലെ വിദ്യാഭ്യാസ വികസനം, ആരോഗ്യ പരിപാലനം, സാമൂഹ്യ തിന്മകൾക്ക് എതിരെയുള്ള ജനകീയ ബോധവൽക്കരണം, സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, അത് പ്രസ്ഥാനം ഏറ്റെടുക്കണം. ഞാൻ എപ്പോഴും പറയാം, അങ്ങനെ KT പോളിന് ദൈവം ഒരു ദർശനം കൊടുത്തുകൊണ്ടാണ് എന്നെക്കൂട്ടുള്ള ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു. ഗ്രാമങ്ങളുടെ വികസനം മാത്രമല്ല, KT പോൾ 2 കാര്യം ഓർമ്മിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ചരിത്ര പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, ഗ്രാമങ്ങളുടെ വികസനം സാധ്യമാകുമ്പോൾ അവിടുത്തെ ആരോഗ്യ പരിപാലനം, വിദ്യാഭ്യാസ വികസനം, സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള പോരാട്ടം, സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, ഇവയൊക്കെ സാധ്യമാകുമ്പോൾ പ്രസ്ഥാനം യേശുദേവൻ്റെ സാക്ഷിയായി മാറണം. ഒരു കാര്യം കൂടെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു, അവിടുത്തെ പ്രസ്ഥാനം യേശുദേവൻ്റെ സാക്ഷിയായി മാറുമ്പോൾ അവിടുത്തെ ഓരോ പ്രവർത്തകനും യേശുദേവൻ്റെ ശബ്ദമായി മാറണം. ഈ കൊറോണ കാലത്ത് ഇമ്മാനുവൽ മാർത്തോമ്മ പള്ളിയിലെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ എനിക്ക് ഈ 2 കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. പത്തനാപുരം എന്ന് പറയുന്ന ഈ വലിയ പട്ടണത്തിൽ യേശുദേവൻ്റെ സാക്ഷിയായി മാറാൻ ഈ സഭയ്ക്ക് കഴിയുമോ? പത്തനാപുരം എന്ന് പറയുന്ന ഈ വലിയ പ്രദേശത്ത് ഗായക സംഘം ഇവിടെ നിന്നുകൊണ്ട് മനോഹരമായ പാട്ടുകൾ പാടിയപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ജനങ്ങൾ അത് കേൾക്കുമ്പോൾ, അച്ഛൻ ഇതിന് നേതൃത്വം കൊടുക്കുമ്പോൾ, ഈ സഭയും ഈ സമൂഹവും യേശുദേവൻ്റെ സാക്ഷിയായി മാറണം. ഇവിടെ പാടിയ നാവുകളിൽ നിന്ന് ഓരോരുത്തരും യേശുദേവൻ്റെ ശബ്ദമായി മാറണം. അതിന് എനിക്ക് നിങ്ങൾക്കും കഴിയും. വേദന അനുഭവിക്കുന്ന സമൂഹത്തെ കാണുവാനുള്ള കണ്ണുകൾ ഉണ്ടാവണം, അവരുടെ വേദന കേൾക്കാനുള്ള കാതുകൾ ഉണ്ടാവണം, അവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാവണം. അവിടെയാണ് ഒരു ക്രിസ്മസ് കാലഘട്ടം നമ്മൾ ഭംഗിയായിട്ട് ആഘോഷിക്കുന്നത്. ആ ആഘോഷം ജനകീയമാകട്ടെ, ഈ പ്രദേശത്തിന് നന്മയ്ക്കായിട്ട് മാറട്ടെ, വ്യക്തികളുടെ മാറ്റങ്ങൾക്കായി മാറട്ടെ. അതിലൂടെ യേശുദേവനെ നമുക്ക് രുചിച്ചറിയാം, മണത്തറിയാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്.
എല്ലാ പുതുവർഷ ആശംസകളും ക്രിസ്തുമസ് ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. നമ്മളേവരെയും കുറച്ചു നേരം ചിന്തിപ്പിക്കുവാൻ ബഹുമാനപ്പെട്ട ലെബി സാറിന് സാധിച്ചു. താങ്ക് യു സോ മച്ച് സർ ഫോർ ദോസ് എൻലൈറ്റനിങ് വേർഡ്സ്. അടുത്തതായി തിരക്കേറിയ ഓൺലൈൻ ക്ലാസ്സുകൾക്കിടയിലും സമയം കണ്ടെത്തി നമുക്ക് വേണ്ടി മനോഹരമായ ഒരു നൃത്തം അവതരിപ്പിക്കുവാനായി എത്തുന്നു AMM സൺഡേ സ്കൂൾ സ്റ്റുഡൻസ്. അതിനായി AMM സൺഡേ സ്കൂളിലെ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ശേഷം ഇമ്മാനുവൽ സൺഡേ സ്കൂളിലെ ഗ്രൂപ്പ് സോങ്.
That was absolutely amazing. Thank you AMM students and teachers for that energetic performance. ഈ രാവിൽ ഈ പൊൻനിലാവിൽ എനിക്കായി പിറന്ന ദേവകുമാര, എന്നോട് പാപം പാടെ തുടച്ചിടാൻ വന്നു പിറന്നു നീ. അടുത്തതായി എയ്ലു എൽസ കുര്യൻ വരികൾ എഴുതി റൂബൻ ഫിലിപ്പ് എബ്രഹാം സംഗീതം നൽകിയ ഒരു മനോഹര ഗാനം ആലപിക്കുവാനായി ഇമ്മാനുവൽ സൺഡേ സ്കൂളിലെ കൂട്ടുകാരെ ക്ഷണിച്ചുകൊള്ളുന്നു.
That was so soothing and beautiful. Thank you, Emmanuel Sunday School students and teachers. तारों की रोशनी जल मिलाने लगी, जिंदगी भी मेरी गुनगुनाने लगी। हर किसी शायर ने आज कर लिया है श्रृंगार, गा रही है फिजा, सुन मधुर रागिनी। ഒരു പരമ്പരാഗത ഹിന്ദി ഗാനവുമായി ഇപ്പോൾ കൊയർ. Till we
അതീതമായ മഹൽ സ്നേഹം കാൽവരി മലമേൽ യാഗമാകുവാൻ പുത്രനെ പാരിടത്തിലേക്ക് അയച്ചിരിക്കുന്നു. വാഴ്ത്തിപ്പാടാം, ആരാധിക്കാം കാൽവരി മലമേൽ യാഗമായ ക്രിസ്തുയേശുവിനെ. അടുത്തതായി റെവറൻ വെസ്ലി പി കുരുവിള എഴുതി സംഗീതം ചിട്ടപ്പെടുത്തിയ ഒരു മനോഹര ഗാനം. Thank you, choir, for that awesome song. ദൈവമേ, ക്രിസ്മസ് ദിനം കൂടുതൽ സന്തോഷകരമാക്കാനാണല്ലോ സാന്താക്ലോസിൻ്റെ വരവ്. ആ രൂപവും ഭാവവും കാണുമ്പോൾ ഞങ്ങൾ ആനന്ദിക്കുന്നു. സങ്കടകരമായ ഒരു ചിന്ത പോലും സാന്താക്ലോസ് നൽകുന്നില്ല. സാന്താക്ലോസിൻ്റെ സാന്നിധ്യവും രാത്രികൾ സംഗീത സാന്ദ്രമാക്കുന്ന കരോൾ സംഘവും ഇതാ ഇമ്മാനുവേൽ യുവജന സഖ്യം അവതരിപ്പിക്കുന്ന ക്രിസ്മസ് കാരൾ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നു.
എന്നും എന്നും കാത്തിരുന്നു കാതോട് കാതോട് കേട്ടിരുന്നു ദൈവപുത്രൻ പിറന്നുവെന്ന്. കാതോട് കാതോട് കേട്ടിരുന്നു ദൈവപുത്രൻ പിറന്നുവെന്ന്. ഒരു നാൾ പിറന്നു പരമേശ Yet another energetic Christmas carol by our Yojana Sakyam members. Thank you, Yojana Sakyam. ഇപ്പോൾ ഏവർക്കും നന്ദി പ്രകാശിപ്പിക്കുവാനായി ഇടവകയുടെ ട്രസ്റ്റി ശ്രീ ജോൺ മാത്തനെ ക്ഷണിച്ചുകൊള്ളുന്നു.
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. മുമ്പെങ്ങും നാം അഭിമുഖീകരിച്ചിട്ടില്ലാത്ത വിധത്തിൽ ആഗോള പ്രശ്നമായി മാറിയിരിക്കുന്ന കൊറോണ വൈറസിൻ്റെ ബാധയിൽ ഭീതിയിലായിരിക്കുന്ന ജനസമൂഹം യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, പ്രത്യാശയും സകല ജീവികളും പങ്കുവയ്ക്കുന്ന കാലമാണിത്. ഇടവകയായി ഈ വർഷവും ക്രിസ്മസ് കരോൾ സർവീസ് സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. റവറൻ തോമസ് കോശി പനച്ചമൂട്ടിലച്ചൻ അച്ഛനയുടെ ഇടവകയുടെ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധാലുവാണ്. പ്രതികൂലമായ സാഹചര്യങ്ങളും ഇടവകയ്ക്ക് ശക്തമായി നേതൃത്വം നൽകുന്നു. അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. മിസ്റ്റർ ലേബി ഫിലിപ്പ് മാത്യു, YMCAയുടെ മുൻ ദേശീയ അധ്യക്ഷൻ, ഇടവകയുടെ ക്ഷണം സ്വീകരിച്ച് കടന്നുവന്ന് അനുഗ്രഹീതമായ പ്രഭാഷണം നൽകിയ മിസ്റ്റർ ലേബി ഫിലിപ്പ് മാത്യുവിനോടുള്ള ഇടവകയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ആമീൻ TV പ്രവർത്തകർ യൂട്യൂബ് ചാനൽ മുഖേന കരോൾ സർവീസ് ജനങ്ങളിലെത്തിക്കുവാൻ ഏറെ സഹായിച്ചു. നന്ദി അറിയിക്കുന്നു. ഗായക സംഘം മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് ഈ പ്രോഗ്രാമിനെ ധന്യമാക്കിയതിലുള്ള നന്ദി അറിയിക്കുന്നു. യുവജന സഖ്യം കരോൾ മീറ്റിംഗ് സംഘടിപ്പിക്കുവാൻ ഏറെ അധ്വാനിച്ചു. അവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. സാന്നിധ്യം കൊണ്ടും ഓൺലൈനായും ധാരാളം ആളുകൾ ഈ പരിപാടി ശ്രദ്ധിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഏവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. സംഘഗാനവും സംഘനൃത്തവും അവതരിപ്പിച്ച സൺഡേ സ്കൂൾ കുട്ടിയോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ. ഈ പ്രോഗ്രാം കമ്പയർ ചെയ്ത ഡോക്ടർ ഷാജിയോടും കുമാരി നിമിഷയോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ചെറുതും വലുതുമായ എല്ലാ സഹായ സഹകരണങ്ങൾ ചെയ്ത എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു, നിർത്തുന്നു. അങ്ങനെ ആ മനോഹര ഗാനത്തിൻ്റെ സമയമായിരിക്കുന്നു. 1818 ജോസഫ് മോർ എഴുതി ഫ്രാൻസ് ഹേവിയർ ക്രൂബർ സംഗീതം പകർന്ന ആ മനോഹര ഗാനം സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ്. ലെറ്റ് us all arise for this song. ഒന്ന് രണ്ട് പേരോടുള്ള നന്ദിയോടെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഗാനശുശ്രൂഷ ഏറ്റവും മനോഹരമാക്കി തീർക്കുവാൻ കഠിനാധ്വാനം ചെയ്തത് നമ്മുടെ ഗായക സംഘമാണ്. ഇടവകയ്ക്ക് യാതൊരു വിധമായ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്ത രീതിയിൽ ഇതിനാവശ്യമായ പണം മുഴുവൻ സമാഹരിച്ചതും അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തതും ഗായക സംഘമാണ്. ഗായക സംഘത്തെ ഇടവക ചുമതലക്കാരുടെയും കൈസ്ഥാന സമിതി അംഗങ്ങളുടെയും പേരിലുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കും. അതേപോലെ തന്നെ നമുക്കിന്ന് ആവശ്യമായ കേക്ക് എല്ലാവർക്കും വിതരണം ചെയ്യുവാനായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം കേക്ക് പുറത്ത് വിതരണം ചെയ്യും. അത് സ്പോൺസർ ചെയ്ത് നമ്മുടെ പുതിയ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി പൊന്നമ്മ ജയനാണ്. ശ്രീമതി പൊന്നമ്മ ജയനോടുള്ള നന്ദി അറിയിക്കും. ഈ ഗായക സംഘത്തിന് ഗാനങ്ങളൊക്കെ ഭംഗിയായി അവതരിപ്പിക്കത്തക്ക രീതിയിലുള്ള അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ ബാബു അച്ഛൻ്റെ മകനായ ബിജു ആണ്. ബിജുവിനോടുള്ള പ്രത്യേക നന്ദി സ്നേഹവും അറിയിക്കുന്നു. ആമീൻ TVയുടെ പ്രവർത്തകരോട് ഒരിക്കലൂടെ നന്ദി അറിയിക്കുന്നു. മാത്രമല്ല ഇത് സ്പോൺസർ ചെയ്യുവാനായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത് പലരെ സഹായിച്ചത് 10-14 പേര് സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചാനലിലൂടെ നമ്മൾ കാണിച്ചിരുന്നു. ആരുടെയും പേര് ഞാനിവിടെ എടുത്തു പറയുന്നില്ല. എല്ലാ പ്രിയപ്പെട്ടവർ ആണിത് സ്പോൺസർ ചെയ്ത എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്തുകൊള്ളുന്നു. ഒരിക്കലൂടെ ശ്രീ ലേബി ഫിലിപ്പ് മാത്യുവിനോടുള്ള ഞങ്ങളുടെ സ്നേഹവും ആദരവും അറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ സൈലന്റ് നൈറ്റ് എന്ന ഗാനം ആലപിക്കും. അതിനായിട്ട് എല്ലാവർക്കും ശാന്തമായിട്ട് എഴുന്നേറ്റ് നിൽക്കും.
ഇപ്പോൾ പ്രിയ ജോൺ വർഗീസ് വികസന സംഘത്തെ റെപ്രസെൻ്റ് ചെയ്ത് പ്രാർത്ഥന, അതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ ആശീർവാദവും അറിയിക്കുന്നതായിരിക്കും. അതിനെ തുടർന്ന് ഖൊയർ ഫെലിസ് നാവിഡാൽ എന്ന സോങ് ആലപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഈ സന്തസുന്ദരമായ ഈ രാത്രിക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളെ കഴിഞ്ഞ ഒരു വർഷക്കാലം കർത്താവേ ഞങ്ങളെ അതിശയകരമായി അത്ഭുതകരമായി നടത്തിയല്ലോ. കർത്താവെ, ലോകം വല്ലാതെ പകച്ചു നിൽക്കുന്ന ഈ അവസരത്തിൽ കർത്താവെ, ഞങ്ങൾക്ക് ചുരുക്കം പേരായി കർത്താവെ ഇമ്മാനുവേലിയുടെ വകയായി കർത്താവെ നിൻ്റെ തിരുപ്പിറവിയുടെ സന്ദേശം അറിയിപ്പാൻ കർത്താവെ കരോൾ സർവീസ് നടത്തുവാൻ ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പുതിയ വർഷം അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വർഷമാക്കി തീർക്കണമേ. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ക്രിസ്തുവിൻ്റെ ആ വലിയ രക്ഷ സർവ്വലോകത്തിനും ഉണ്ടാകുന്ന മഹാസന്തോഷം ഞങ്ങൾക്കും മറ്റുള്ളവർക്കും പകരുവാൻ തക്കവണ്ണം നീ അവിടുന്ന് പുതുവർഷം ഞങ്ങൾക്ക് ഇടയാക്കണമേ. കർത്താവെ, ഞങ്ങളെ ശോധന ചെയ്ത് കർത്താവെ നീ ഞങ്ങളുടെ ഹൃദയത്തിൽ ജനിച്ചില്ല എങ്കിൽ ഞങ്ങൾ ചെയ്യുന്നതും കർത്താവെ പ്രവർത്തിക്കുന്നതുമൊക്കെ വൃഥാവായി പോകുന്നു. കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിൻ്റെ തിരുപ്പിറവിയുടെ സന്ദേശമെത്തുവാനും ആ സന്തോഷം ഉൾക്കൊള്ളുവാനും ഞങ്ങളെ പ്രാപ്തമാക്കണമേ. കർത്താവെ, ഇടവകയെ മുറ്റുമായി പരമേൽപ്പിക്കുന്നു. വചനം പറഞ്ഞാൽ നിൻ്റെ മകനെ നിൻ്റെ ദാസനെ നിൻ്റെ ദർശനിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. നിൻ്റെ മകൾ കൂടി കിട്ടുന്ന എല്ലാവിധമായ പ്രവർത്തനങ്ങൾക്കും നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായ അച്ഛനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ മകനിൽ കൂടി കർത്താവ് ഞങ്ങൾക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് കർത്താവെ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാവിധമായ നല്ല പ്രവർത്തനങ്ങൾക്കും സന്ദേശങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായ ഗായക സംഘത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വളരെയധികം മനോഹരമായ ഗാനങ്ങളെ ചിട്ടപ്പെടുത്തി പാടുവാൻ അവർക്ക് ഇടയാക്കിയല്ലോ. അവരെ കൂടുതലായി എടുത്ത് പ്രയോഗിക്കണമേ. കർത്താവെ, ഞങ്ങൾ പിരിഞ്ഞു പോകുന്ന പിരിയാത്തവനായി കൂടെ ഇരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും സമാധാനവും നമ്മെല്ലാവരുടെ മേലും നമ്മുടെ ഭവനങ്ങളോടും ദേശത്തോടും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. താങ്ക് യു. പുറത്ത് നമ്മുടെ ക്രിസ്മസ് കേക്ക് വിതരണം ചെയ്യും. അത് സ്വീകരിച്ച ശേഷം മാത്രമേ പോകാവൂ എന്ന സ്നേഹത്തോടെ ഓർമ്മിക്കും.